ശരിക്കും ശരിയായ മൈൻഡ് ഇല്ലല്ലോ, നേരെ കുറിച്ചിട്ടില്ലല്ലോ. സാറിന് അതാ വേണ്ട, ചെലവ് ഒഴിവാക്കി മനസ്സിലായി. ജമൈക്ക എങ്ങനെയുണ്ട്? ജമൈക്ക സൂപ്പർ. പക്ഷെ ഞങ്ങൾ അത്രയും കൂടെ ചെയ്തില്ല, ഞങ്ങൾ ഒറ്റ ദിവസമേ ഉള്ളൂ. ഒരു ദിവസം ബീച്ചായിരിക്കും അല്ലേ മൊത്തം? അല്ലേ, ഒരു ദിവസം പോയി ഇറങ്ങിയിട്ട് പിറ്റേ ദിവസം പോകുന്നു. ഭയങ്കര കാശാ സാധനങ്ങൾ. കാനഡക്കാളും കാശാണ്. ഡോളറാണ് ഉപയോഗിക്കുന്നത് അല്ലേ? US ഡോളർ. അങ്ങനെ അവിടെ ക്രിക്കറ്റ് ഒക്കെ അവന്മാരൊക്കെ ഭയങ്കര സെറ്റപ്പ് അല്ലേ? അങ്ങനെ ഇപ്പൊ നമ്മള് മറ്റേ ഉസൈൻ ബോൾട്ടിന്റെ ഒക്കെ പ്രതിമ അവിടെ വെച്ചു. ക്രിക്കറ്റ് ഭയങ്കര പ്രാന്താ. ക്രിക്കറ്റ് ഒക്കെ ജമൈക്ക ക്രിക്കറ്റ് ഉണ്ടല്ലോ. വെസ്റ്റ് ഇൻഡീസിന് ജമൈക്ക പറഞ്ഞത് 8 ഐലൻഡ് അല്ലേ? എത്ര ഐലൻഡ് അല്ലേ? ഇവിടെ അടുത്താണോ ജമൈക്ക വരുന്നത്? ഇവിടെ യുഎസിന്റെ കുറച്ച് താഴെയായിട്ട്. അടുത്ത ടൈമിംഗ് ഒരേപോലെ ടൈം ആയിരിക്കും അല്ലേ? ഒരു 1.5 മണിക്കൂർ ഫ്ലൈറ്റിലുണ്ട്. യുഎസ് എന്നല്ല, മൊത്തത്തിൽ 1.5 മണിക്കൂറേ ഉള്ളൂ. എവിടുന്ന്? കാനഡ. അത്രേ ഉള്ളൂ. അടുത്ത് ഇങ്ങനെ ഡൈഗണലായിട്ട് താഴോട്ട് പോവുക. അവിടെ നിന്ന് ഫുള്ള് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആണ്. ഒരു സെറ്റപ്പ് അല്ലേ? 13 മണിക്കൂർ ഫ്ലൈറ്റ് ചെയ്ത് നിൽക്കണം എന്നൊക്കെ പറഞ്ഞല്ലേ നാട്ടിലോട്ട്? 13 മണിക്കൂർ. നോർത്ത് അമേരിക്ക അല്ലേ? അവരുടെ രാജ്യം, നോർത്ത് അമേരിക്കൻ രാജ്യം, അവരുടെ സ്വന്തമായിട്ടൊരു രാജ്യം. അല്ല, ജമൈക്ക വേറെയാണ് ബ്രോ. ആഫ്രിക്ക പറഞ്ഞതാണ് ഇത്യോപ്യ, നൈജീരിയ. ഇപ്പൊ യുഎസിലുള്ളവന്മാരൊക്കെ ഇന്ത്യക്കാരുണ്ട്. ഈ ബ്രിട്ടീഷുകാരാണ് അവിടെ മനുഷ്യന്മാരൊന്നും ഇല്ലായിരുന്നു. ഇവര് ഈ ബ്രിട്ടീഷുകാർ ഇവര് അടിമകളായിട്ട് കപ്പലിൽ കേട്ട് കൊണ്ട് അവിടെ കൊണ്ടുവന്നിട്ട് അവിടെ അടിമപ്പണി ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത്. അവരുടെ കഴിഞ്ഞ് ബ്രിട്ടീഷുകാർ പോയപ്പോ അവരുടെ ഈ ബാക്കിയുള്ളവരാണ് അവിടെ ഇൻഹിബിറ്റൻസ് ആയിട്ട് അവിടെ താമസിക്കുന്നത്. അപ്പൊ ഈ കർമ്മർ എവിടെ നിന്ന് കൊണ്ടുവന്നവരാണ്? അവന്മാര് ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്ന ഇന്ത്യക്കാരും ഉണ്ട് ഇവിടെ. ഒരുപാട് ഇന്ത്യൻ വംശജരുണ്ട്. ബ്രിട്ടീഷുകാരന്മാരെ അവിടെ കൊണ്ട് പോയതാണല്ലേ? അതായത് പണി ചെയ്യിപ്പിക്കാൻ വേണ്ടി. ഈ സംഭവം കേട്ടിട്ടുണ്ടോ? ഈ പണ്ട് ഈ 80s-ലാണെന്നോ കാട്ടുകാണോ 80s ഒരു കർമ്മനുണ്ട്. അവൻ ഭയങ്കര ആരോഗ്യവനാണ്. അവൻ അപ്പൊ പെണ്ണുങ്ങളല്ല അവന്റെ പുറകെ പോകുന്നതല്ലേ? പെണ്ണുങ്ങൾ അവന്റെ പുറകിലല്ല, അവനെ സെക്സ് സ്ലേവ് ആയിട്ട് ഉപയോഗിച്ചു. എനിക്കറിയാം. അവന് അങ്ങനെ എത്ര 200 കുട്ടികളുണ്ട്. അതറിയാവോ? അവന്റെ ജെനറ്റിക്സിന് വേണ്ടിയല്ലേ? ഇൻസ്റ്റാഗ്രാമിലെ കണ്ടത്. അവന്റെ ജെനറ്റിക്സിന് വേണ്ടി കുട്ടികളെ ജനിപ്പിക്കാൻ വേണ്ടി ഇവനെ കൊണ്ട് ഇട്ട് ജയിപ്പിക്കും. ഓരോ പെണ്ണ് അങ്ങനെ സംഭവം ഭയങ്കര ഇതല്ലേ? അല്ല, അവന്റെ കുട്ടികൾ ഇപ്പോഴും ഉണ്ട്. മരണപ്പെട്ടു. അവനിപ്പോ 58 എന്താ മരണപ്പെട്ടു. അവൻ ഭയങ്കര ഉരുക്ക് മനുഷ്യനാണ്. അവൻ ഭയങ്കര പവറാണ് അവന്. അപ്പം ഇവനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 ആൾക്കാർ ചെയ്യണ പണിയൊക്കെ ഒറ്റയ്ക്ക് ചെയ്യും. ഏത് വർഷം പണ്ടുള്ള സംഭവം. കൊളോൺ ടൈം. പക്ഷെ 125 വർഷം അവന് ജീവിച്ചവൻ. 125 വയസ്സിൽ. അതായത് ജനിച്ച 1818-ലാണ്, മരിച്ചത് 1958. അങ്ങനെ എന്തെങ്കിലും വീഡിയോ വന്നാൽ അതിന്റെ ഇടയിൽ കമന്റ് നോക്കിക്കോട്ടെ. വിറ്റാവും അവന്റെ ഒരു ഭാഗ്യം എന്നൊക്കെ പറഞ്ഞിട്ട്. പണ്ട് ബ്രസീലില് ഒരു ന്യൂസ് ഉണ്ടായിരുന്നിട്ടാ. ബ്രസീലില് പെണ്ണുങ്ങളെ ആണുങ്ങളെ തട്ടിക്കൊണ്ടുപോയിട്ട് ആണുങ്ങളെ തട്ടിക്കൊണ്ടുപോകുന്നേ ഇതിന്. സത്യോ? അല്ല, പണ്ടല്ല, ഇപ്പം തന്നെ. അപ്പൊ അതിന്റെ കമന്റ്, ബ്രസീലൊന്ന് എത്തിപ്പെട്ടാ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. കമന്റ്സ് ഭയങ്കര കോമഡിയാണ് എല്ലാ സംഭവത്തിനും. ആൾക്കാരുടെ തലച്ചോറ് പ്രവർത്തിക്കുന്നത്. ട്രോള് അതിലേക്ക് ട്രോളൊക്കെ
ഇന്ത്യൻ കോപ്പിയസ് അടുത്താന്ന് തോന്നിട്ടോ, 3 കിലോമീറ്റർ ഒന്നും ഇല്ല. ഇപ്പൊ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോ 2 കിലോമീറ്റർ, 2.1. നല്ല വൈബ്, നടക്കും വേഗം എത്തുമോ? അധികമൊന്നും തോന്നുന്നില്ല. ഇനി വരുമ്പോ അന്നും വീക്ക് ഡേയ്സ്, വീക്കല്ലേ, വീക്കെൻഡ് ആയില്ലല്ലോ, അപ്പൊ ചിലപ്പോ ഉണ്ടാവില്ല. വീക്കെൻഡ് ആകുമ്പോ ചിലപ്പോ പവർ സ്റ്റേഷൻ ഈ രാത്രി നൈറ്റ് ഷിഫ്റ്റ് എടുത്തിട്ട് മോർണിംഗ് ഒന്ന് ഉറങ്ങാൻ അടിപൊളി സുഖമാണല്ലേ? നല്ല സുഖം, അടിപൊളിയല്ലേ? എനിക്ക് തോന്നുന്നില്ല. കുറച്ച് ദിവസം തുറന്നിട്ടില്ലേ? തുറന്നല്ലോ. ഇല്ല, ഞങ്ങള് തുറന്നു. കാശ് കൊടുത്തതിനെ പറ്റത്തുള്ളൂ എനിക്ക് തോന്നുന്നു ജോഹർ ഭായി. അല്ലെങ്കിൽ പറഞ്ഞാൽ മറ്റിടത്ത് കൊണ്ടിടേണ്ടി വരും. നിങ്ങളെ ഇന്ത്യൻ കോപ്പി റിസ്ക് എടുത്തു. ഇവിടെ വലിയ തുക വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 35 രൂപ ഒരു ഫുൾ ദിവസം ഇടുന്നതിന്. ആണോ? കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞ വെച്ചാൽ സേഫ്റ്റിയെ, വണ്ടിയല്ല മോഷണം പോയുള്ള സീൻ, അതെനിക്കൊരു പേടി. നമ്മൾ അവിടെ കൊണ്ട് ഇട്ട് പോകുമ്പോഴേ ഇവിടെ നല്ല എനിക്ക് രൂപ കൂടുതൽ വരും, അത്രയല്ലേ ഉള്ളൂ. അതിപ്പോ നീ കുഴപ്പമില്ല, മോഷണം പോയെല്ലാം പറ്റിപ്പോ എന്ത് പറ്റും? നമുക്ക് ഷെയർ ചെയ്യാം, എന്തായാലും ഷെയർ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അതും കൂടി അങ്ങനെ വിട്ടിട്ടാണ്. കാടൊന്നും ഇപ്പൊ ഒന്നും വേണ്ട. 6 AM to 12 AM. അതായത് രാവിലെ 6 മണി മുതൽ 12 മണി വരെ. ഇപ്പൊ ഒരു ടിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഇത് ഇങ്ങനെ ചുമ്മാ വെച്ചാ പിന്നെ എന്തിനാണ് അവർ 12 ടിക്കറ്റ് ഇല്ലെന്ന് പറഞ്ഞത്? ഓവർ നൈറ്റ് പാർക്കിംഗ് അത് ചിലപ്പോ ഇന്ന് ഉണ്ടായിരിക്കുമോ? അപ്പൊ എന്തായാലും തിരിച്ചു പോകുമ്പോൾ പൈസ 35 പെർ എൻട്രി എന്നാ എഴുതിയാല്. അല്ല 35 ഫുൾ ഡേ പാർക്കിംഗ്. 24 hours 35. ശരിക്കും ഇവിടെ സേഫ് ആണല്ലേ? പിന്നെ സേഫ് ആണ് ബ്രോ. ഇത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ പോയിട്ടേ പെയ്ഡ് ചെയ്യണതാണ് നല്ലത്. ഒരിക്കലും അവിടെ നമ്മൾ നോക്കരുത്. പക്ഷെ ഇവിടെ സെക്യൂരിറ്റി ഒന്നും ഉണ്ടാവില്ലല്ലോ ഇത് നോക്കാന്. ക്യാമറ ഉണ്ടാവും ഇവിടെ. കാരണം നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് ഇട്ട് പോകുമ്പോഴേ ബ്രോ മോഷണങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. കാനഡയിൽ കാറ് മോഷണമുണ്ട്. ആ ക്യാമറന്റെ മുന്നിൽ കൊണ്ടിട്ടാം, ക്യാമറന്റെ മുന്നിൽ വണ്ടി ഇട്ടാ. ഈ റോഡ് സൈഡിലൊക്കെ കൊണ്ടിട്ടുണ്ട്. റോഡ് സൈഡിലൊക്കെ ഇടുന്ന ഡേഞ്ചർ ആണല്ലേ? നമ്മുടെ വീട്ടിന്റെ ഒക്കെ ഫ്രണ്ടില് അല്ലേ? വെളിച്ചത്തിലിട്ടോ. കാറ് മോഷണങ്ങൾ ഇഷ്ടം പോലെ പോകുന്നുണ്ട്. ഇവിടെ അങ്ങോട്ട് അങ്ങ് ഇറങ്ങാം. അതാ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകും. ഇത് ഇരുട്ടത്തല്ലേ? ഇവിടെ കിട്ടാലോ. ഓക്കെ, ഇവിടെ ഈ വഴി താഴോട്ടങ്ങ് ഇറങ്ങാം.